എല്ലാവർക്കും ഡ്രാമ റിവ്യൂയിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ചൈനീസ് ഡ്രാമയുടെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവൻ്റെ ദേഹത്ത് അത്യാവശ്യം നല്ല മുറിവുണ്ടായിരുന്നു. ഈ പെൺകുട്ടിയാണ് അവൻ്റെ ദേഹത്തെ മുറിവുകളൊക്കെ ട്രീറ്റ് ചെയ്തത്. ആ ഒരു ചൈനീസ് ട്രഡീഷണൽ രീതിയിൽ തന്നെ അവൻ്റെ മുറിവൊക്കെ ട്രീറ്റ് ചെയ്യുന്നു. അവനൊട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന് പനിയൊക്കെ മാറാൻ വേണ്ടിയിട്ട് അവൾ ടാബ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ടാബ്ലറ്റ് കഴിച്ചിട്ടും അവൻ്റെ മുറിവൊക്കെ ട്രീറ്റ് ചെയ്ത് കെട്ടി വെച്ചതിന് ശേഷവും അവന് ബോധം വരാത്തതുകൊണ്ട് അവന് ബ്രീത്ത് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ അവൻ്റെ ബ്രീത്തിനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നിട്ടും അവൻ എന്തുകൊണ്ട് ബോധം തിരിച്ചു വരുന്നില്ല എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു അവൾ. ചൈനീസ് ട്രഡീഷണൽ രീതിയിൽ അവന് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുന്നുണ്ട്. രാത്രി മുഴുവനും അവൾ ഉറങ്ങാതെ അവന് കാവലിരുന്ന് ഓരോ ട്രീറ്റ്മെൻറ്റായിട്ട് പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു അവന് ബോധം വരാനായിട്ട്. അവൾ നല്ല രീതിയിൽ തന്നെ അവനെ കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ ആയപ്പോൾ അവന് ബോധം വരികയും അവൻ എണീക്കുകയും ചെയ്യുകയാണ്. അവൻ എണീക്കുന്ന സമയത്താണ് അവന് മനസ്സിലാവുന്നത് ഈ പെൺകുട്ടിയാണ് അവനെ രാത്രി മുഴുവനും കെയർ ചെയ്തതും അവൻ്റെ മുറിവൊക്കെ ട്രീറ്റ് ചെയ്തതും ഈ പെൺകുട്ടിയാണെന്നുള്ളത് അവന് മനസ്സിലാവുന്നുണ്ട്. പരമ്പരാഗത രീതിയിലുള്ള ചൈനീസ് ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റാണ് അവന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നന്നായിട്ട് അവൻ പെട്ടെന്ന് തന്നെ റിക്കവറായി വരികയാണ്. അവൻ്റെ ഫീവറൊക്കെ കുറഞ്ഞ് അവൻ രാവിലെ നല്ല രീതിയിൽ തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ വോയിസ് ഓവറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ സൗണ്ട് ഡിസ്റ്റർബൻസ് കേൾക്കുന്നുണ്ട്. അതെൻ്റെ ഫോൺ ഡാമേജ് ആയതുകൊണ്ട് സംഭവിച്ചതാണ്. എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അടുത്തൊരു ലോങ് വീഡിയോ റിവ്യൂ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്